പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ WWE ജോൺസിനെയും സംയുക്തമായി പുറത്തേക്ക് വിട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. ജോൺസിനയുടെ WWEയിലേക്കുള്ള തിരിച്ചുവരവിനോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോ ഫുട്ടേജ്. നിങ്ങളിൽ പല കൂട്ടുകാരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആദ്യം ജോൺസിനയുടെ ട്വിറ്റർ ഹാൻഡിലൂടെയാണ് സീന തന്നെ ആ ഒരു കാര്യം വെളിപ്പെടുത്തിയത്. സീന പറയുന്നത് തൻ്റെ റോഡ് ടു കരിയറിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പോകുകയാണ്. തൻ്റെ പഴയ തട്ടകമായ WWE തന്നെ റിട്ടേൺ ചെയ്യുന്നു എന്നാണ് ജോൺസിന വെളിപ്പെടുത്തിയത്. അപ്പോൾ ജോൺസിനയുടെ തിരിച്ചുവരവിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്നത്, ജോൺസിനയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന ഡീറ്റെയിൽസ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ജോൺസിന ഹോസ്റ്റ് എന്ന നിലയിലാണ് റസൽമേനിയ 42 ഭാഗം ആകുന്നത്. അതായത് റസൽമേനിയ 42 ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് ഉണ്ടെങ്കിൽ അത് റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റോൾ മാത്രമായിരിക്കും ജോൺസണിക്ക് ഉണ്ടായിരിക്കുക. അല്ലാതെ ഒരു റെസ്ലർ എന്ന നിലയിൽ ഒരു ഓപ്പൺ ചലഞ്ച് വെക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റിൽ ഇടപെടുന്ന രീതിയിലോ ഒന്നും ജോൺസണിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. ചില ലെജൻസൊക്കെ അപ്പിയറൻസ് നടത്തുമ്പോൾ അവരുമായിട്ട് സഹകരിച്ചു കൊണ്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടാകുമെങ്കിലും ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന റെസ്ലേഴ്സുമായിട്ടൊരു മത്സരം വരുന്നതിൻ്റെ സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടുള്ള യാതൊരുവിധ ഇടപെടലും ജോൺസണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്രതീക്ഷിതമായിട്ടുള്ള റസൽമേനിയ 42 ജോൺസിനയുടെ ഈ ഒരു ഹോസ്റ്റ് എന്നുള്ള ഒരു അപ്പിയറൻസ് അവർ കൺഫേം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ റസൽമേനിയ 42 ടിക്കറ്റ് സെയിൽസ് ഉയർത്താൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ജോൺസിനയുടെ ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ 1 മില്യണിൽ അധികം വ്യൂസ് ഒരു മണിക്കൂറിന് താഴെ ട്വിറ്ററിൽ മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോകമെമ്പാടും ജോൺസിന എന്ന് പറയുന്ന റെസ്ലറിനുള്ള ആരാധക വൃന്ദം എന്ന് പറയുന്നത് അത് ഒട്ടും ചെറുതല്ല. ഇൻഡസ്ട്രിയിലെ ടോപ്പ് റെസ്ലർമാരിൽ ഒരാളായിരുന്ന ജോൺസിനയുടെ ഒരു വാർത്ത, WWE റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർത്ത മിനിറ്റുകൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ടാണ് കത്തിപ്പടർന്ന് എല്ലാവരുടേക്കും എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതേ ജോൺസിനെ ഉപയോഗിച്ചുകൊണ്ട് റസൽമേനിയ 42 ടിക്കറ്റ് സെയിൽസ് ഇനി മാക്സിമം വിറ്റഴിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ശ്രമിക്കുന്നത്. ആ ഒരു സ്ട്രാറ്റജി മിക്കവാറും വിജയിക്കാനും സാധ്യതയുണ്ട്. ജോൺസിനയുടെ ഈ ഒരു അപ്പിയറൻസ്, ഹോസ്റ്റ് എന്ന നിലയിലുള്ള ജോൺസിനയുടെ ഈ ഒരു വരവ്, സാധാരണ അദ്ദേഹം ധരിക്കാറുള്ള ടീഷർട്ട്, ക്യാപ്പ്, ജോർട്സ് അതിൽ ആയിരിക്കില്ല എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആണ്. സീന അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ജോൺസിന ഇനി WWE ഓൺ സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്യൂട്ടൊക്കെ ഇട്ട് എക്സിക്യൂട്ടീവ് സ്റ്റൈലിലായിരിക്കും ജോൺസിന അപ്പിയറൻസ് നടത്തുക എന്ന് സീന മുൻപേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇതുവരെ നമ്മൾ സ്ക്രീനിൽ കാണാത്ത ജോൺസിനയുടെ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് സീനയെ കാണാൻ സാധിക്കുക. ടീഷർട്ടൊന്നും ധരിക്കാതെയുള്ള സീനയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ പലതര വ്യത്യസ്തമാർന്ന രീതിയിലുള്ള അപ്പിയറൻസുകൾ സീനയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ആദ്യമായി റസൽമേനിയ പോലെയുള്ള ഒരു ബിഗസ്റ്റ് ഷോയിൽ ഒരു കോമ്പറ്റീറ്റർ അല്ലാതെ ജോൺസിന ഒരു ഹോസ്റ്റ് എന്ന നിലയിൽ അപ്പിയറൻസ് നടത്താൻ പോകുന്ന ആദ്യത്തെ റസൽമേനിയ ആയിട്ട് റസൽമേനിയ 42 മാറാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് നിലവിൽ WWEയും ജോൺസിനെയും സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ ഒരു വാർത്ത ബ്രേക്ക് ചെയ്യാൻ ഒരു ജേർണലിസ്റ്റിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും സർപ്രൈസ് ആക്കിയിട്ടാണ് WWE ഈ ഒരു വാർത്ത അവർ ഇങ്ങനെ സീക്രട്ടാക്കി വെച്ചത്. എന്തായാലും ഈ ഒരു വാർത്ത റെസ്ലിംഗ് ലോകത്ത് വലിയൊരു ആവേശം കൊടുത്തിട്ടുണ്ട്. റസൽമേനിയ ഒരു ബിഗ് ഷോ ആയിരിക്കും എന്നുള്ള ഒരു നിലയിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകർ കാണുന്നത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലെജൻസിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വമ്പൻ ഷോ തന്നെ റസൽമേനിയ 42 കൊണ്ടുവരാനാണ് WWE പ്ലാൻ ചെയ്യുന്നത്. സീനയും കൂടി ഉൾക്കൊള്ളിക്കുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് പോകുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ജോൺസിന റിട്ടേൺ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണുള്ളത് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.